Hi, my dear students. Welcome to physics class. Last class we light, reflection and refraction our topic start ചെയ്തു വരികയായിരുന്നു. എന്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു? We have discussed about reflection from a plane mirror, reflection from a spherical mirror. ഈ ടോപ്പിക്സ് ഓർമ്മയുണ്ടോ? Spherical mirrors എന്ന് പറയുമ്പോൾ we have two types of spherical mirrors, concave mirror and convex mirror. ഈ spherical mirrorsനെ ഡ്രോ ചെയ്യാനും അതിൻ്റെ ഡിഫറെൻറ്റ് പോയിൻറ്റ്സ്, പോൾ, പ്രിൻസിപ്പൽ ആക്സിസ്, സെൻറ്റർ ഓഫ് കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചർ, ഫോക്കസ് എന്ന് തുടങ്ങിയ ചില പാർട്സുകൾ മാർക്ക് ചെയ്യാനുമൊക്കെ നമ്മൾ പഠിച്ചു. ലൈറ്റ് ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് റിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്? ഇൻ ദ കേസ് ഓഫ് എ കോൺകേവ് മിറർ, ഹൗ ലൈറ്റ് റിഫ്ലക്ട്സ്. ഓക്കെ, ഈ ഒരു കേസുകളൊക്കെയാണ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കോൺകേവിൽ മാത്രമല്ല കോൺവെക്സിലും നമ്മൾ പറഞ്ഞു. ദെൻ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇമേജ് ഫോർമേഷൻ. ഒരു കോൺകേവ് ഓർ കോൺവെക്സ് മിററിൻ്റെ കുറച്ച് ഫ്രണ്ടിലായിട്ട് വെൻ വി പ്ലേസ്ഡ് ആൻ ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ പ്ലേസ് ചെയ്താൽ ഹൗ ഇറ്റ്സ് ഇമേജ് ഈസ് ഫോംഡ്, അതിൻ്റെ ഇമേജ് എങ്ങനെയായിരിക്കും ഫോം ചെയ്യാം, ഇതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. സോ ഇമേജ് ഫോർമേഷൻ പറയുന്നതിന് മുന്നേ വി ഹാവ് സം റൂൾസ് ഫോർ ഇമേജ് ഫോർമേഷൻ. ഇമേജ് ഫോർമേഷന് വേണ്ടി നമ്മൾ കുറേ റേസ് എങ്ങനെയൊക്കെയാണ് ഇൻസിഡൻറ്റ് ചെയ്യുക, റിഫ്ലക്ഷൻ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ടൊന്ന് ഡ്രോ ചെയ്യണം. അപ്പോൾ അതിൻ്റെ റൂൾസ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. വളരെ ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നൊരു പോർഷനാണ് ആക്ച്വലി. ബട്ട് ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. അവിടെ ഞാൻ വീണ്ടും പറയുന്നു, ഡ്രോയിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡ്രോയിങ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഐഡിയ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, സോ വാട്ട് ആർ ദ റൂൾസ് ഫോർ ഇമേജ് ഫോർമേഷൻ? കോൺകേവിലും കോൺവെക്സിലും നമുക്ക് പറയാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മളിപ്പോൾ ഒരു കോൺകേവ് മിറർ എടുത്തു. കോൺകേവ് മിറർ, ദിസ് സൈഡ് ഈസ് സിൽവേർഡ്. ഓക്കെ, ഈ സൈഡിലാണ് ലൈറ്റ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. വി നോ ദിസ് സെൻറ്റർ പോയിന്റ് ഈസ് കോൾഡ് പോൾ. Then center of this total sphere, that is called center of curvature. Now we have a line connecting center of curvature and pole, that is called principal axis. A line like this, principal axis. This is the point here, center of curvature. Then we have a focus. Focus എന്ന് പറയുന്നത് എന്താണ് എന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഒരു കോൺകേവ് മിററിൻ്റെ കേസിൽ പാരലൽ ലൈൻസ് എത്ര ഈ മിററിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്താലും ഓൾ ദീസ് പാരലൽ ലൈൻസ് മീൻസ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് അല്ലേ, അങ്ങനല്ലേ? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് റേസ് ഫോൾ ചെയ്താൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ അതെങ്ങനെയേ പോകാൻ പാടുള്ളൂ എന്നാണ്. യെസ്, അത് ഫോക്കസിലൂടെ പോകാൻ പാടുള്ളൂ. അതാണ് നമ്മൾ ഫോക്കസ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചത്. ആ ഫോക്കസിൻ്റെ ഒരു പൊസിഷനും നമ്മൾ പറഞ്ഞിരുന്നു. ഓർ ദ റിലേഷൻ ബിറ്റ്വീൻ റേഡിയസ് ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കൽ ലെങ്ത്. വി നോ ഫോക്കൽ ലെങ്ത് ഈസ് ഓൾവേസ് ഹാഫ് ഓഫ് റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലേ? ഇതല്ലേ റേഡിയസ് ഓഫ് കർവേച്ചർ? This distance is called radius of curvature, R. So ഇതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ ഈ പോയിന്റ്സിൻ്റെ മിഡ് പോയിന്റ് ആയിട്ട് വരയ്ക്കണം. അതായിരിക്കും ഫോക്കസ് എന്ന പോയിന്റ്. ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് അല്ലേ? ഫോക്കസ് ആൻഡ് ഫോക്കൽ ലെങ്ത്. സോ ആ പോയിന്റ്സ് ഒക്കെ നമുക്ക് നേരത്തെ അറിഞ്ഞിരിക്കണം. നൗ ഫസ്റ്റ് റൂൾ, നമ്മൾ ഈ ഫോക്കസ് കാണാൻ വേണ്ടി യൂസ് ചെയ്ത റൂൾ തന്നെയാണ്. വെൻ എ ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്, ഏതൊരു ലൈറ്റ് ആവട്ടെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് ഇങ്ങനൊരു ലൈറ്റ് ഫോൾ ചെയ്താൽ, സി ദിസ് ഈസ് എ ലൈറ്റ് ഫോളിങ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്, കണ്ടോ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ലൈറ്റ് വിൽ റിഫ്ലക്ട് ആൻഡ് പാസ് ത്രൂ ദ ഫോക്കസ്. റിഫ്ലക്റ്റ് ചെയ്തിട്ട് അതെങ്ങനെ പോകാൻ പാടുള്ളൂ എന്നാണ്, അത് ഫോക്കസിലൂടെ പോകാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നേരെ ഫോക്കസിലൂടെ പാസ് ചെയ്ത് പോകും. സോ നിങ്ങളിത് ഡ്രോ ചെയ്യുമ്പം വളരെ കൃത്യമായിട്ട് സ്കെയിൽ യൂസ് ചെയ്ത് തന്നെ വരയ്ക്കുക. അപ്പോൾ ഇതാണ് ഇമേജ് ഫോർമേഷന് വേണ്ടി നമ്മൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് റൂൾ. ഓക്കെ, ഇതുപോലെ 3-4 റൂൾസ് നമ്മൾ പറയാൻ പോവാണ്. ഈ റൂൾസ് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് നോക്കേണ്ടത് ഹൗ ഇമേജ് ഈസ് ഫോംഡ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് റൂൾ. ക്ലിയർ അല്ലേ? ഇൻ ദ കേസ് ഓഫ് എ കോൺകേവ് മിറർ. ആൻഡ് വാട്ട് അബൌട്ട് കോൺവെക്സ് മിറർ?
അപ്പോൾ കോൺവെക്സ് ആണെങ്കിൽ നമ്മൾ ഇതെങ്ങനെയാണ് ഡ്രോ ചെയ്യുക? കോൺവെക്സ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ആ മിറർ വരയ്ക്കുന്നത്. ദിസ് സൈഡ് ഈസ് പോളിഷ്ഡ്. ഓക്കെ, ദിസ് ഈസ് പോൾ. This is pole. Here we get center of curvature. And now we have principal axis like this. This is the principal axis. And we have focus in between pole and center at the middle point. This will be the focus. ഈ പോയിന്റുകൾ ആദ്യം ഈ രണ്ട് മിറേഴ്സിലും ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഫസ്റ്റ് ഡ്രോ ചെയ്യാൻ പഠിക്കേണ്ടത്. ഒരു മിറർ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഫോക്കസ് എവിടെയാണ്, പോൾ എവിടെയാണ്, വാട്ട് ഈസ് സെൻറ്റർ ഓഫ് കർവേച്ചർ, വാട്ട് ഈസ് ദ പ്രിൻസിപ്പൽ ആക്സിസ്, ഇത്തരം കാര്യങ്ങൾ ബേസിക്കലി നമ്മൾ ഉറപ്പായിട്ടും വരയ്ക്കാൻ പഠിക്കണം. ദെൻ അവിടെ നമ്മൾ നോക്കേണ്ടത് ദിസ് ഡിസ്റ്റൻസ് ഇറ്റ് ഈസ് കോൾഡ് ഫോക്കൽ ലെങ്ത്, ദിസ് ഡിസ്റ്റൻസ് ഈസ് കോൾഡ് റേഡിയസ് ഓഫ് കർവേച്ചർ. എപ്പോഴും ഫോക്കൽ ലെങ്ത്തിന്റെ ഡബിൾ ആയിരിക്കും റേഡിയസ് ഓഫ് കർവേച്ചർ, അല്ലേ? റേഡിയസ് ഓഫ് കർവേച്ചർ വിൽ ബി ദ ഡബിൾ ഓഫ് ഫോക്കൽ ലെങ്ത്. അത്രയും കാര്യങ്ങൾ ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കണേ. നൗ if a ray is incident again parallel to principal axis, ഈ സൈഡിലേക്കാണ് റേ ഇൻസിഡന്റ് ചെയ്യുന്നത്. എ റേ ജസ്റ്റ് ഇൻസിഡന്റ് ലൈക്ക് ദിസ്, കണ്ടോ? പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്, പ്രിൻസിപ്പൽ ആക്സിസിന് കറക്റ്റ് പാരലൽ ആയിട്ട് ഫോൾ ചെയ്തു. ദെൻ ഇറ്റ് വിൽ റിഫ്ലക്ട്. എങ്ങനെ റിഫ്ലക്ട് ചെയ്യുക? റിഫ്ലക്ട് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ദാറ്റ് റേ ഈസ് റിഫ്ലക്റ്റിംഗ് ഫ്രം ഫോക്കസ്. ഫോക്കസിൽ നിന്ന്, അതായത് റിഫ്ലക്റ്റഡ് റേ നമ്മളിങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് വരച്ചാൽ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഫോക്കസിലേക്കായിരിക്കും. സി, ഇങ്ങനെ ഫോക്കസ് ഉണ്ട്. ആക്ച്വലി ദിസ് ഈസ് ദ റിഫ്ലക്റ്റഡ് ലൈറ്റ്, ദിസ് വൺ. സി, ഇത്രയേ ഉള്ളൂ. ലൈറ്റ് ഇതാണ് ഇൻസിഡന്റ് ലൈറ്റ്, ഇതാണ് റിഫ്ലക്റ്റഡ് ലൈറ്റ്. ബട്ട് റിഫ്ലക്റ്റഡ് ലൈറ്റിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താൽ അതെവിടെ പോയി മീറ്റ് ചെയ്യണം? ഫോക്കസിൽ പോയി മീറ്റ് ചെയ്യണം. എക്സാക്ട് ഫോക്കസിലേക്കായിരിക്കണം. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, യൂസ് യുവർ സ്കെയിൽ ആൻഡ് പെൻസിൽ. കറക്റ്റ് സ്കെയിൽ വെച്ച് എക്സാക്ട് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് തന്നെ വരച്ച് പഠിക്കണം. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഡയഗ്രാംസ് എല്ലാം റോങ് ആയി പോകും. അപ്പോൾ ഇതാണ് ഫസ്റ്റ്. ഏത് മിററിലാണെങ്കിലും ഇമേജ് ഫോർമേഷന് ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട റൂളിങ്ങിനാണ് ഈ ഡയഗ്രാം. ഉണ്ടോ? ഇങ്ങനൊരു ലൈറ്റ് വന്ന് വീണോ, ഇറ്റ് വിൽ റിഫ്ലക്ട് ത്രൂ ഫോക്കസ്. ഓക്കെ, ഇങ്ങനെയാണോ വരുന്നത്? ദെൻ അല്ല, ഇൻസിഡന്റ് ലൈറ്റിന്റെ പ്രോപ്പർട്ടി എന്താ? ഇൻസിഡന്റ് ലൈറ്റ് ഈസ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. സി, ദിസ് ഈസ് പ്രിൻസിപ്പൽ ആക്സിസ് ആൻഡ് ദിസ് ലൈറ്റ് ഈസ് പാരലൽ. So after reflection it will go like this, and when we extend this line, that line will meet at focus. അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് തോന്നുന്നു? അത് ഫോക്കസിൽ നിന്നാണോ വരുന്നത് എന്ന് തോന്നും. appears to come from, to diverge from focus. ഫോക്കസിൽ നിന്ന് ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് വരുന്ന പോലെ തോന്നും. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് റൂൾ. ക്ലിയർ അല്ലേ? Now what is second rule? Rule number 2. Again we have a concave mirror. Okay, the point speed വരയ്ക്കുകയാണ്. This is pole, this is center of curvature, this is principal axis. We have focus here, exactly at the middle, focus. Next incident light എന്ന് പറയുന്നത്, now a light is incident through focus. Okay, ലൈറ്റിന് ഏത് ഡയറക്ഷനിലും വരാലോ. ഈ മിററിലേക്ക് ഏത് ഡയറക്ഷനിലും ലൈറ്റിന് വന്ന് ഇൻസിഡന്റ് ചെയ്യാം, ഫോൾ ചെയ്യാം. നൗ നെക്സ്റ്റ് കേസിൽ ലൈറ്റ് വരുന്നത്, ഒരു ലൈറ്റ് ഇവിടുന്ന് വരും, ഇവിടുന്ന് ഒരു ലൈറ്റ് വരുന്നത്, ആ ലൈറ്റ് ഫോക്കസിലൂടെ പോയിട്ട് മിററിൽ പോയി വീഴാം. ഇങ്ങനെ ഒരു ലൈറ്റ് ഇൻസിഡന്റ് ചെയ്തു വിചാരിക്കാം. ദിസ് ഈസ് ദ ഇൻസിഡന്റ് ലൈറ്റ് ഹിയർ. The property that light is falling through focus. See, this is focus. That light is falling through focus and falling on the concave mirror. അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ പാസ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. റിഫ്ലക്ഷന് ശേഷം ഇത് എങ്ങോട്ടാണ് റിഫ്ലക്ട് ചെയ്യാന്ന് ചോദിച്ചാൽ, ഈ പ്രിൻസിപ്പൽ ആക്സിസിന് കറക്റ്റ് പാരലലായിട്ട് അത് റിഫ്ലക്ട് ചെയ്യും. ലൈക്ക് ദിസ്, എക്സാക്ട് പാരലൽ. റെഡി? This will be the reflected light. So when a light is falling through focus, after reflection it will go parallel to principal axis. കണ്ടോ? ഇങ്ങനെ വന്ന് വീണാൽ അത് പ്രിൻസിപ്പൽ ആക്സിസിന് എത്ര എവിടെ വന്നാലും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വേറെ ലൈറ്റ് വരക്കട്ടെ, ഇങ്ങനെയാണ് വീണെങ്കിലോ, സി ഇങ്ങനെയാണ് വന്നെങ്കിലോ, ലൈക്ക് ദിസ്. ദിസ് ഈസ് അഗൈൻ അനദർ ഇൻസിഡന്റ് ലൈറ്റ്. ദാറ്റ് ലൈറ്റ് ഈസ് ഓൾസോ ഇൻസിഡന്റ് ത്രൂ ഫോക്കസ്, റൈറ്റ്? ഇൻസിഡന്റ് ത്രൂ ഫോക്കസ്. ദിസ് ഈസ് അനദർ ഇൻസിഡന്റ് ലൈറ്റ്. Then after reflection, can you tell me how it will reflect? That light will go parallel to principal axis. See, like this, like this. After reflection, കണ്ടോ? ഇങ്ങനെ ഫോക്കസിലൂടെ എത്ര ലൈറ്റ് വീണാലും അത് റിഫ്ലക്ഷന് ശേഷം പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് മൂവ് ചെയ്യാൻ പാടുള്ളൂ. That is second rule. In the case of a concave mirror, now what about convex mirror? What about convex mirror?
കോൺവെക്സ്. ഈ ഷെയ്ഡഡ് പോർഷൻ ആട്ടെ കാണുന്നത്. ഹിയർ we have pole. This is maybe center of curvature. We have principal axis like this. Sorry. Principal axis like this. Okay. Now we have focus at the middle. Here is the focus. Now, ഇവിടെ പറഞ്ഞതുപോലെ ഫോക്കസിലൂടെ വീഴാൻ പറ്റില്ല, ബട്ട് ഫോക്കസിനെ എയിം ചെയ്തുകൊണ്ടൊരു ലൈനിന് വരാം. Now a light comes like this. A light comes like this. See, in this way. Exact നിങ്ങൾ ആ സ്കെയിൽ എടുത്ത് തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ. നോക്കൂ, this is the incident light. This is the incident light. ഇങ്ങനെയാണ് ഇൻസിഡന്റ് ലൈറ്റ് വരുന്നത്. ആ ഇൻസിഡന്റ് ലൈറ്റിന് ഫോക്കസിനെ എയിം ചെയ്തുകൊണ്ടാണ് വരുന്നത്, ബട്ട് ഇത് മിറർ ആയതുകൊണ്ട് ഫോക്കസിലേക്ക് പോകാൻ പറ്റില്ല. From this point, that light will reflect. അതെങ്ങനെയൊക്കെ റിഫ്ലക്ട് ചെയ്യുക? That light will reflect parallel to principal axis. See, like this. കണ്ടോ? ഡ്രോയിങ് ഇങ്ങനെ കിട്ടണം കറക്റ്റ്. അപ്പോൾ ഇവിടുത്തെ ഇൻസിഡന്റ് ലൈറ്റിന്റെ പ്രോപ്പർട്ടി എന്താ? ദിസ് ഇൻസിഡന്റ് ലൈറ്റ് വിൽ മൂവ് ടുവാർഡ്സ് ഫോക്കസ്. ഉണ്ടോ? ടുവാർഡ്സ് ഫോക്കസ്. ഫോക്കസിനെ എയിം ചെയ്തുകൊണ്ട് അത് വരുന്നത്. ഫോക്കസിനെ എയിം ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ, മിററിൽ തട്ടിക്കഴിഞ്ഞാൽ, ദാറ്റ് ലൈറ്റ് വിൽ റിഫ്ലക്ട് ആൻഡ് വിൽ ഗോ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. കണ്ടോ? ഈ രണ്ട് റൂൾസ് ആണ് ഇമേജ് ഫോർമേഷന്റെ സെക്കൻഡ് റൂൾ. ഇവിടെ കറക്റ്റ് നമുക്ക് എന്ത് കാണാം? ഫോക്കസിലൂടെ ഫോൾ ചെയ്യുന്നുണ്ട്, ദെൻ മിററിൽ പോയി ഇൻസിഡന്റ് ചെയ്യുന്നു, മിററിൽ തട്ടിക്കഴിഞ്ഞാൽ റിഫ്ലക്ട് ചെയ്യുന്നു. റിഫ്ലക്ട് ചെയ്യുന്നത് എങ്ങനെയാ? പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട്. ഇവിടെയോ? ഇവിടെ എന്താ കാണുന്നത്? ഇവിടെ ലൈറ്റ് ഫോൾ ചെയ്യുന്നു, ലൈറ്റ് എയിം ചെയ്തത് ഫോക്കസിലേക്കാണ്, ബട്ട് അത് ഫോക്കസിലേക്ക് എത്തുന്നില്ല, അത് റിഫ്ലക്ട് ചെയ്യുന്നു. എങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നത്? പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട്. ക്ലിയർ ആണോ മക്കളെ? സെക്കൻഡ് റൂൾ മനസ്സിലായോ? ഇങ്ങനെയേ ആ ഒരു ലൈറ്റിന് പാസ് ചെയ്യാൻ കഴിയുള്ളൂ. ഇങ്ങനെയുള്ള കുറേ ലൈറ്റുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ഫോം ചെയ്യാൻ പോകുന്നത്? ഇമേജ് ഫോം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ സെക്കൻഡ് റൂൾ. നൗ തേർഡ് റൂൾ. അഗൈൻ കൺസിഡർ എ concave mirror. This is the polished face. This is pole. This is center of curvature. This is the principal axis. Okay, principal axis. We have focus here. Then speed വരയ്ക്കാൻ പഠിക്കുക അല്ലേ? ഓക്കെ. Now ഒരു ലൈറ്റ് ഫോൾ ചെയ്യുന്നത് ത്രൂ സെൻറ്റർ ഓഫ് കർവേച്ചറാണ്. ഒരു ലൈറ്റ് വീഴാണേ, ഈ മിററിലേക്ക് ഒരു ലൈറ്റ് വീഴാണ്, സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ പോയിട്ട് ലൈറ്റ് മിററിൽ വീണു. നോക്കൂ, ക്ലിയർ? ദിസ് ഈസ് ദ ഇൻസിഡന്റ് ലൈറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞത് അത് ഫോക്കസിലൂടെ ഫോൾ ചെയ്തു. ഫോക്കസിലൂടെ ഫോൾ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? യെസ്, യു നോ ദാറ്റ്. നൗ എ ലൈറ്റ് ഈസ് ഇൻസിഡന്റ് ത്രൂ സെൻറ്റർ ഓഫ് കർവേച്ചർ. സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ ഫോൾ ചെയ്താൽ ആ ലൈറ്റ് സെയിം പാത്തിലൂടെ തന്നെ റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, എങ്ങനെയാണോ ഇൻസിഡന്റ് ചെയ്തത് ആ സെയിം പാത്തിൽ റിഫ്ലക്ഷനും. ആരോ മാർക്ക് ശ്രദ്ധിക്കുക. ദിസ് ആരോ ഇൻഡിക്കേറ്റ്സ് ദ ഇൻസിഡന്റ് ലൈറ്റ്. ദിസ് ആരോ ഇൻഡിക്കേറ്റ്സ് ദ റിഫ്ലക്റ്റഡ് ലൈറ്റ്. ഹൗ ദ ലൈറ്റ് റിഫ്ലക്ട്സ്? ദ ലൈറ്റ് റിഫ്ലക്ട്സ് ഓൺ ദ സെയിം ലൈൻ. കണ്ടോ? എങ്ങനെയാണോ ലൈറ്റ് വീണത് അതേ ലൈനിൽ. എങ്ങനെ വീഴണം? ലൈറ്റ് എന്താ പ്രോപ്പർട്ടി? എന്താ? സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ ഫോൾ ചെയ്താൽ ദാറ്റ് ലൈറ്റ് റീട്രേസേഴ്സ്. എന്താ പറയുക? റീട്രേസേഴ്സ് സെയിം പാത്തിലൂടെ തിരിച്ചു വരും. ഇൻ ദ കേസ് ഓഫ് എ കോൺകേവ് മിറർ, ദെൻ വാട്ട് അബൌട്ട് കോൺവെക്സ് മിറർ? What about convex mirror? See, we have a convex mirror. This side is polished. We have pole here. Center of curvature somewhere here. We have the principal axis. Sorry. Principal axis. See, this is pole. And at the middle we have focus. Okay. Now, ഒരു ലൈറ്റ് വീഴാണ്, എയിമിങ് ത്രൂ സെൻറ്റർ ഓഫ് കർവേച്ചർ. സെൻറ്റർ ഓഫ് കർവേച്ചറിന് എയിം ചെയ്തുകൊണ്ടാണ് ഒരു ലൈറ്റ് വരുന്നത്. ഓക്കെ, ഇതാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ, നമുക്കറിയാം. ഈ സെൻറ്റർ ഓഫ് കർവേച്ചറിന് എയിം ചെയ്തുകൊണ്ട് ഇങ്ങനെ ലൈറ്റ് വരിക. സോറി, ഡ്രോയിങ് നിങ്ങൾ കറക്റ്റ് വരയ്ക്കുക കേട്ടോ. ഇങ്ങനെ ലൈറ്റ് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് എയിം ചെയ്തുകൊണ്ട് കറക്റ്റ് ലൈറ്റ് വരികയാണ്. ഇൻ ദിസ് വേ നോക്കൂ, ദിസ് ഈസ് ദ ഇൻസിഡന്റ് ലൈറ്റ്. ദിസ് ഈസ് ദ ഇൻസിഡന്റ് ലൈറ്റ്. ഓക്കെ, അത് നേരെ സെൻറ്ററിലേക്ക് എയിം ചെയ്തിട്ടാണ് വരുന്നത്, ബട്ട് സെൻറ്ററിലേക്ക് എത്താൻ കഴിയില്ല.
നമുക്കറിയാം സെൻറ്ററിലേക്ക് അതിന് എത്താൻ കഴിയില്ല. സെൻറ്ററിലേക്ക് എത്തുന്നതിന് മുന്നേ അത് മിററിൽ പോയി ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട്. Now what happens? That light will reflect or retraces in the same path. കണ്ടോ, ഇങ്ങനെ വന്ന് വീണ് കഴിഞ്ഞാൽ അതേ പാത്തിൽ അത് റീട്രേസ് ചെയ്യും. അത് എങ്ങോട്ടേക്ക് എയിം ചെയ്യണം? സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്ക് എയിം ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ. നേരത്തെ പോലെ ഫോക്കസിലേക്കാണ് എയിം ചെയ്യുന്നതെങ്കിലോ, ഫോക്കസിലേക്ക് എയിം ചെയ്തിട്ടാണ് വരുന്നതെങ്കിലോ, സി ഇഫ് യു ഹാവ് എ ലൈറ്റ് സംതിങ് ലൈക്ക് ദിസ്, ഇങ്ങനെയാണെങ്കിലോ, പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇങ്ങനെയാണ് ഒരു ലൈറ്റ് വന്നതെങ്കിലോ, ലാസ്റ്റ് റൂൾ ഇറ്റ് വാസ് ലൈക്ക് ദിസ്. നിങ്ങൾ കറക്റ്റ് സ്കെയിൽ വെച്ച് വരയ്ക്കുക കേട്ടോ. ആ ഒരു ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ മാറ്റി വരയ്ക്കുന്നത്. ഓക്കെ, ഇതായിരുന്നു ഇൻസിഡൻറ്റ് ലൈറ്റ് എങ്കിലോ, അതെങ്ങോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്? അത് ഫോക്കസിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. ദാറ്റ് ലൈറ്റ് വിൽ റിഫ്ലക്ട് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. ഉണ്ടോ? ആ രണ്ട് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫോക്കസിനെ എയിം ചെയ്ത് വന്നാൽ അത് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ടാണ് റിഫ്ലക്ട് ചെയ്യുക. സെൻറ്ററിനെ എയിം ചെയ്ത് വന്നാൽ അത് സെയിം പാത്തിൽ റീട്രേസ് ചെയ്യും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സി ഹിയർ ഓൾസോ ദിസ് ഈസ് കോൺവെക്സ് മിറർ, ദിസ് ഈസ് കോൺകേവ് മിറർ. നേരത്തെ ഒന്നുകൂടെ കാണിക്കണോ? ഇവിടെ ഫോക്കസിലേക്ക് വന്നാൽ, ഫോക്കസിനെ എയിം ചെയ്ത് വന്നാൽ, ഫോക്കസിലേക്ക് വന്നാൽ എന്ത് ചെയ്യേണ്ടത്? ഫോക്കസിലൂടെ ഒരു ലൈറ്റ് വന്നാൽ, സി അനദർ ലൈറ്റ് falling like this through focus. യെസ്, എങ്ങനെയായിരുന്നു അത് റീട്രേസ് ചെയ്യുക? അല്ല, റിഫ്ലക്ട് ചെയ്യുന്ന പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആയിരിക്കും, ലൈക്ക് ദിസ്. ഉണ്ടോ? ആ രണ്ട് ലോയുടെയും ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഫ് എ ലൈറ്റ് ഈസ് falling through focus, then after reflection it will go parallel to principal axis. If a light is falling through center of curvature, that light will retrace. എങ്ങനെയാണ് ഇൻസിഡൻറ്റ് ചെയ്തത് അതേ ലൈനിൽ തന്നെ അത് റിഫ്ലക്റ്റും ചെയ്യും. ഓക്കെ, നൗ നെക്സ്റ്റ് റൂൾ പറയുന്നത് അഗെയിൻ വി ഹാവ് എ കോൺകേവ് മിറർ. യെസ്, പോൾ, സെൻറ്റർ ഓഫ് കർവേച്ചർ, പ്രിൻസിപ്പൽ ആക്സിസ്, ഇതെല്ലാം എല്ലാത്തിലും ഇതേപോലെ തന്നെ വരച്ച് പോണേ. പ്രിൻസിപ്പൽ ആക്സിസ്, ഫോക്കസ് എക്സാക്ട്ലി അറ്റ് ദ മിഡിൽ. Now ഒരു ലൈറ്റ് വരികയാണ്, ഫോളിങ് ടുവാർഡ്സ് പോൾ അറ്റ് എനി ആംഗിൾ. പോളിലേക്ക് ഇങ്ങനെ ലൈറ്റ് വന്ന് വീഴും, ഒബ്ലീക്ക്ലി, അങ്ങനെ ചരിഞ്ഞുകൊണ്ട്. ഇനി എനി ആംഗിൾ ഒരു ലൈറ്റ് ഇങ്ങനെ വന്ന് വീഴുന്നു. എന്താ സംഭവിക്കുക? ലോ ഓഫ് റിഫ്ലക്ഷനെ ഫോളോ ചെയ്തുകൊണ്ട് ആ ലൈറ്റ് ആ പോയിന്റിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്യും. ഇവിടെ ഇപ്പോൾ ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലേ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരയ്ക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? വി ഹാവ് എൻ ഇൻസിഡന്റ് ലൈറ്റ് ഹിയർ. നൗ വി ഹാവ് ടു ഡ്രോ എ നോർമൽ. ഈ പോയിന്റിൽ നോർമൽ വരച്ചാൽ, ഇതൊരു കർവ്ഡ് സർഫേസ് അല്ലേ? ഈ കർവ്ഡ് സർഫേസിന് എങ്ങനെയാണ് നോർമൽ വരയ്ക്കുക? ഒരു കർവിൻ്റെ ഈ പോയിന്റിലെ നോർമൽ എങ്ങനെയാണ്? നോർമൽ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ ടാൻജന്റ് വരച്ചിട്ട് ആ ടാൻജന്റിന്റെ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം. ഒരു സർക്കിൾ എടുക്കുകയാണ്, ഒരു സർക്കിൾ. ഓക്കെ, ഈ പോയിന്റിലെ ടാൻജന്റ് എങ്ങനെയാണ്? ഈ പോയിന്റിലെ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ട് അല്ലേ? ദിസ് ഈസ് ദ ടാൻജന്റ് അറ്റ് ദിസ് പോയിന്റ്. ഈ ടാൻജന്റിന്റെ നോർമൽ എങ്ങനെയാണ്? വാട്ട് ഇസ് ദ നോർമൽ? ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഈ പോയിന്റിലെ ടാൻജന്റോ, ടാൻജന്റ് വിൽ ബി ലൈക്ക് ദിസ്. ആൻഡ് നോർമൽ വിൽ ബി ലൈക്ക് ദിസ്. അപ്പോൾ ടാൻജന്റ് ആൻഡ് നോർമൽ ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ അതൊക്കെ വേണം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ. ഓക്കെ, ലിസൺ ഹിയർ. ഇവിടെ നമ്മൾ ഇൻസിഡന്റ് ലൈറ്റ് വരച്ചു. We have a tangent here. So this will be the normal. Which one? Principal axis ആയിരിക്കും normal. So this is the angle of incidence, the angle between incident light and normal. അങ്ങനെയാണെങ്കിൽ ആ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നത് ലോ ഓഫ് റിഫ്ലക്ഷനെ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും. വാട്ട് ഈസ് ലോ ഓഫ് റിഫ്ലക്ഷൻ? വി നോ അക്കോർഡിംഗ് ടു ലോ ഓഫ് റിഫ്ലക്ഷൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അല്ലേ? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ്. സോ ഇൻ ദ സെയിം ആംഗിൾ ദ ലൈറ്റ് വിൽ റിഫ്ലക്ട് ലൈക്ക് ദിസ്. See, maybe like this. This is the reflected light, such that this angle R will be equal to I equal to R. So following this law of reflection, this light will reflect like this. Okay. In the case of a concave mirror, what about convex mirror? Convex. The silvered side. We have a pole here, center of curvature here, then principal axis,
principal axis, focus at the middle. Okay, now we have an incident light like this, an incident light towards pole, an incident light. So this will be the angle of incidence, right? Angle of incidence incident light normal will be the principal axis normal. Then what will be the reflected light? Reflected light this angle of reflection light reflect. See, like this. Okay, where this is the angle of reflection where I is equal to R. This is image formation in next rule. Now, clear 4 different rules and pictures. This is image formation. This is the first one. Incident light parallel to principal axis after reflection will pass through focus in the case of a concave mirror. But in the case of a convex mirror, when a light is incident parallel to the principal axis, it will reflect and it appears to reflect from focus. Focus il ninnum reflect cheyyunna pole thonikum. That is the first rule. Second rule parayunnathu oru light focus ilude fall cheydal, if a light is incident through focus, what happens? It will reflect parallel to principal axis. No, adu concave ilum convex ilum namukku കാണാം. In the case of concave and convex. Now the third rule നമ്മൾ രണ്ടെണ്ണം കൂടെ കാണിച്ചിട്ടുണ്ട്. Third rule actually ഇതാണ്, center of curvature fall ചെയ്യുന്നതെങ്കിൽ it will retrace. In the case of a convex mirror also, കാണുന്നുണ്ടോ? ഇതാണ് നമ്മൾ കാണിച്ചത്. ഇതാണ് ഈ ലൈനാണ് ഇത്. ഉണ്ടോ? സെൻറ്റർ ഓഫ് കർവേച്ചർ എയിം ചെയ്ത് വീണാൽ അതേ പാത്തിൽ റീട്രേസ് ചെയ്യും. ഫോക്കസിലേക്ക് എയിം ചെയ്ത് വീണാൽ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകും. Then last one, പോളിലേക്ക് a light is incident towards pole at any angle I, that light will follow the law of reflection. That light has an angle of reflection which is equal to the angle of incidence. Angle of incidence in equal ആയിട്ടുള്ള ഒരു angle of reflection ഉണ്ടാക്കിക്കൊണ്ട് അത് reflect ചെയ്യും. In the case of a convex mirror also. Clear ആണോ? ഇത് നിങ്ങൾ കറക്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് പഠിച്ചേ. ഓക്കെ, തൽക്കാലം നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഈ റൂൾസിൽ ഏതെങ്കിലും 1 or 2 റൂൾസ്, 2 റൂൾസാണ് നമുക്ക് മിനിമം വേണ്ടി വരിക. 2 റൂൾസ്, ഏതെങ്കിലും 2 റൂൾസ്, നമ്മളിപ്പോൾ 4 റൂൾസ് പറഞ്ഞിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും 2 റൂൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇമേജ് ഫോർമേഷൻ ചെയ്യുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോഴേക്ക് നിങ്ങൾ ഈ ഡ്രോയിങ്സ് കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് വരച്ച് പഠിക്കണം. സ്കെയിലും പെൻസിലും എടുത്തിട്ട് നിങ്ങൾ തന്നെ കൺഫ്യൂഷൻ ഇല്ലാതെ വരയ്ക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റില്ല. റെഡി? സീ യു ദെൻ. ബൈ.